ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രേക്ഷകരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് പോലെ കോമണേഴ്സിനായിട്ടുള്ള പ്രൊമോ എത്തിയിരിക്കുകയാണ്. നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ഒരു മാസം ജൂൺ 20-ാം തീയതിയോടുകൂടി എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. 1-2 ദിവസം ഡിലേ ആയി. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് കോമണേഴ്സിനുള്ള പ്രൊമോ എത്തിയിരിക്കുന്നത്. 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ ഒരു സീസണിന്റെ തീമും അല്ലെന്നുണ്ടെങ്കിൽ ലാലേട്ടന്റെ പ്രൊമോയും എത്തുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പം അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ സംസാരിക്കാം, പ്രൊമോയെ പറ്റി സംസാരിക്കാം, ആർക്കൊക്കെയാണ് ഈ ഒരു സീസണിൽ പങ്കെടുക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത്, ഇതിന് എങ്ങനെ അപ്ലൈ ചെയ്യണം, കോമണേഴ്സ് സാധാരണക്കാര് ബിഗ് ബോസിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം പ്രൊമോ കണ്ട ഉടനെ, ഈ കോമണേഴ്സിന്റെ പ്രൊമോ കണ്ട ഉടനെ ആരും തിടുക്കപ്പെട്ട് ബിഗ് ബോസിലേക്ക് പോകാൻ താല്പര്യമുള്ള സാധാരണക്കാരല്ലെന്നുണ്ടെങ്കിൽ കോമണേഴ്സ് തിടുക്കപ്പെട്ട് അപ്ലൈ ചെയ്യാനോ ഒന്നും നിൽക്കരുത്. നമ്മൾ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ജൂലൈ 10-ാം തീയതി വരെ സമയമുണ്ട്. ആദ്യം ചെന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ കിട്ടുമെന്നൊന്നും കരുതി ആരും തിടുക്കപ്പെടേണ്ട കാര്യമില്ല. വെയിറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുക കാര്യങ്ങൾ. അപ്പൊ പ്രൊമോ എല്ലാവരും ഒന്ന് ഇന്നലെ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ കൂടുതൽ ഞാൻ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. കഴിഞ്ഞ ഒരു സീസണിലെ കോമണറായിട്ട് എത്തിയിരുന്ന റസ്മിൻ ബായി ആണ് നമ്മുടെ ഈ ഒരു സീസൺ 7-ലേക്കുള്ള പ്രൊമോ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്കൊക്കെ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു, കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം റസ്മിൻ ബായി എന്ന് പറയുന്ന കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റന്റിനോട് പലർക്കും അത്ര യോജിപ്പൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് റസ്മിൻ ബായി ഈ ഒരു സീസണിലേക്കുള്ള പ്രൊമോ അവതരിപ്പിച്ചത് കൊണ്ട് ആർക്കും അങ്ങോട്ട് വലിയ പിടിച്ചിട്ടൊന്നുമില്ല. എന്നാൽ പോലും കഴിഞ്ഞ ഒരു സീസണിലെ കോമണർ വന്ന് ഈ ഒരു സീസണിലെ കോമണറുടെ പ്രൊമോ പ്രസന്റ് ചെയ്യുന്നു. ആ ഒരു കൺസെപ്റ്റ് മാത്രം എടുത്താൽ മതി. അപ്പൊ ഞാനും പ്രത്യേകിച്ച് ഇതിൽ ഒന്നും തന്നെ കാണുന്നില്ല, കണ്ണു കിട്ടാതെ കരുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എനിക്കും പ്രൊമോ ഒക്കെ കുഴപ്പമില്ലായിരുന്നു. ബട്ട് ഒരു പ്രൊമോ അവതരിപ്പിച്ച ആ ഒരു മെത്തേഡിനോടും അല്ലെന്നുണ്ടെങ്കിൽ റസ്മിൻ ബായിക്ക് പകരം വേറെ ആരെങ്കിലും ഒക്കെ വരാമെന്നും എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമുള്ള ഒരു കണ്ടസ്റ്റൻസ് ഒന്നും അല്ല റസ്മിൻ ബായി. എന്തായാലും കാത്തിരുന്ന ഒരു പ്രൊമോ എത്തിയിരിക്കുകയാണ്. അപ്പൊ കുഴപ്പമില്ലായിരുന്നു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ. അപ്പം നമുക്ക് നോക്കാം ഈ ഒരു സീസണിലേക്ക് ആർക്കൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഏത് രീതിയിലാണ് ഈ ബിഗ് ബോസ് മലയാളം സീസൺ 7-ലേക്ക് പങ്കെടുക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് എന്ന്. കഴിഞ്ഞ ഒരു സീസണിലൊക്കെ നമുക്ക് തന്നെ വീഡിയോ എടുത്ത് ഈ പറയുന്നത് പോലെ ബിഗ് ബോസ് പറയുന്ന ഒരു സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. അതിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ സീസൺ 7-ൽ മൈജി ആണ് പ്രസന്റ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യുന്നത്, കോമണേഴ്സിനെ സ്പോൺസർ ചെയ്യുന്നത് മൈജി ആണ്. നമ്മൾ വീട്ടിൽ ഇരുന്ന് വീഡിയോ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. തൊട്ടടുത്തുള്ള മൈജിയുടെ ഷോറൂമിൽ പോയി, മൈജി ഫ്യൂച്ചറിന്റെ ആണ് കേട്ടോ, മൊബൈലിന്റെ അല്ലെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. മൈജി ഫ്യൂച്ചറിന്റെ, അതായത് ഹോം അപ്ലയൻസ് ഒക്കെ കിട്ടുന്ന മൈജിയുടെ ഷോറൂമിലാണ് ഇതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കിയിരിക്കുന്നതെന്നാണ്. അപ്പൊ നമുക്ക് കണ്ടന്റ് മാത്രം, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം എന്താണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫൈല് അടങ്ങുന്ന ഒരു വീഡിയോ പ്രസന്റ് ചെയ്താൽ മാത്രം മതി. അവർ പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്ത് നമുക്ക് തരും. അപ്പം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രോപ്പറായിട്ടുള്ള ലൈറ്റിനിങ് ഇല്ല, നമുക്ക് പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനത്തെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ബിഗ് ബോസിന്റെ ടീമും അത് തന്നെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അത് കരുതിക്കൂട്ടിയായിരിക്കണം ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ക്വാളിറ്റിയിലുള്ള വീഡിയോ അവർക്കും നോക്കാമല്ലോ. കാരണം ഇതിന്റെ ഒരു ഓഡീഷനും കാര്യങ്ങളും നടക്കുമ്പോൾ എല്ലാവരുടെയും വീഡിയോ കാണണം. അപ്പം ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോയും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒത്തിരി പേരുടെ വീഡിയോസ് ഒക്കെ അവർക്ക് തന്നെ ചിലപ്പോൾ ഒഴിവാക്കി കളയേണ്ടി വരും. ഇപ്പം മജിയുടെ സൈഡിൽ നിന്നും അവർ തന്നെ വീഡിയോ എടുത്ത് നമുക്ക് തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇതിൽ പങ്കെടുക്കേണ്ടതെന്ന് പറയുന്നത് 18 വയസ്സിന് മുകളിലുള്ളവരായിരിക്കണം പങ്കെടുക്കാൻ പോകുന്നവര്. അപ്പം ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, അത് മെയിനായിട്ട് വേണം. അതിനുശേഷം താല്പര്യമുള്ളവർ ജൂലൈ 10-ാം തീയതി വരെയും നമുക്കിത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പം ജൂലൈ 10-ന് മുന്നേ നിങ്ങൾ ഒരാഴ്ച സമയം എടുക്കുക. തിടുക്കപ്പെട്ട് ഒന്നും പോകണ്ട. അത്ര കോൺഫിഡൻസ് ഉള്ളവരൊക്കെ 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പോയി വീഡിയോ എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു പ്രൊഫൈല് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, പ്രസന്റ് ചെയ്യുക. അതായത് ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ബിഗ് ബോസിലേക്ക് വരണം, നിങ്ങളെ എന്തുകൊണ്ട് ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുക്കണം എന്നൊക്കെ പറഞ്ഞു. അതായത് നിങ്ങൾ ആരായിരിക്കണം, യൂണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ ആയിരിക്കും അവരും പ്രതീക്ഷിക്കുന്നത്. കാരണം കോമണേഴ്സ് എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ ഇതിന് അപ്ലൈ ചെയ്യും. അപ്പം എല്ലാവരും ഒരേ രീതിയിൽ തന്നെ അവരുടെ പേരും കാര്യങ്ങളും പറഞ്ഞു, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈല്, നമ്മുടെ ഫീൽഡ് ഇതാണ്, പ്രൊഫഷൻ ഇതാണ്, എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പലരും പലയിടത്തും ഇതിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതെല്ലാം കേട്ടിട്ട് എല്ലാവരും ഒരേ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും വലിയ ഇംപ്രഷൻ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ കുറച്ച് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക, വെറൈറ്റി ആയിട്ട് യുണീക്ക് ആയിട്ട് നിങ്ങളുടെ ഒരു പ്രൊഫൈല് പ്രസന്റ് ചെയ്യുക, പ്രോപ്പറായിട്ട്
പ്ലാൻ ചെയ്യുക. നിങ്ങൾ ആരാണെന്നും എന്താണെന്നും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് ഒരു യുണീക്ക് ആയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ആരാണ്, എന്തുകൊണ്ട് നിങ്ങൾ ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടണം എന്നൊക്കെ പ്രോപ്പറായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് 2-3 ട്രയലൊക്കെ എടുത്തിട്ട് വേണം ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോകാൻ. അപ്പം നമുക്ക് വീട്ടിൽ ഇരുന്ന് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാലും വീണ്ടും വീണ്ടും എടുക്കാനുള്ള അവസരങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടും. പക്ഷെ നമ്മൾ വേറൊരിടത്ത് പോയി എടുക്കുമ്പോൾ അതിനുള്ള അധികം അവസരങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പം തെറ്റാതെ പ്രോപ്പറായിട്ട് പറയണം. പിന്നെ ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഷൈനസും കാര്യങ്ങളും ഒക്കെ അവോയ്ഡ് ചെയ്യണം. വീട്ടിലിരുന്ന് കുറച്ച് ട്രയലൊക്കെ എടുക്കുക, അധികം വലിച്ചു നീട്ടാതെ. കാരണം 3 മിനിറ്റിൽ താഴെയുള്ള വീഡിയോ ആയിരിക്കണം. അതുപോലെ 50 MB മുകളിൽ ഉണ്ടാവാനും പാടില്ല. അതൊക്കെ അവരെ ശ്രദ്ധിച്ചോളും, പ്രശ്നമില്ല. 3 മിനിറ്റിൽ താഴെ. അപ്പൊ നിങ്ങൾ നോർമലി നിങ്ങളുടെ മൊബൈൽ ഓൺ ആക്കി വെച്ചിട്ട് ഒരു പ്രൊഫൈൽ നിങ്ങൾ തന്നെ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കുക. അതുപോലെ തന്നെ ഇംപ്രസീവ് ആയിട്ട് അധികം നിങ്ങൾ ആരാണോ, നിങ്ങൾ എന്താണോ, അധികം കൂടുതൽ ഏച്ചുകെട്ടും വളച്ചുകെട്ടും ഒന്നും ഇല്ലാതെ യുണീക്ക് ആയിട്ട് അവരെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ എന്തുകൊണ്ട്, ആരാണ്, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളുടെ ഒരു സ്ക്രിപ്റ്റ് പോലെ റെഡിയാക്കി പ്രോപ്പറായിട്ട് അവരുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുക. ഈ പറയുന്ന 3 മിനിറ്റ് താഴെ ഒരു വീഡിയോ റെഡിയാക്കുന്ന രീതിയിൽ. എന്നിട്ട് വീഡിയോ പോയി എടുക്കുക. അപ്പൊ മൈജിയുടെ സൈഡിൽ നിന്ന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ക്ലാരിറ്റിയിൽ വീഡിയോ എടുത്തു തരും. അപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് bb7.geostar.com എന്ന് പറയുന്ന സൈറ്റിലാണ്. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് വെബ്സൈറ്റ്. അല്ലെന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിന്റെ പേജിലും കാര്യങ്ങളും ഒക്കെ അവർ ഓൾറെഡി ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ ഇത് കാണും. അല്ലെങ്കിൽ TV-യിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ആഡും കാര്യങ്ങളും പ്രൊമോയും ഒക്കെ പോകുന്നുണ്ട്. അതിനായിട്ട് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്താണെങ്കിലും ഫസ്റ്റ് കമന്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് ഓപ്പൺ ആയിട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഈ ഒരു സൈറ്റിൽ കയറി കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള നെയിം, അതുപോലെ തന്നെ ഇമെയിൽ ID, ഫോൺ നമ്പർ, ഇതൊക്കെ പ്രോപ്പറായിട്ട് കൊടുക്കണം. കാരണം OTP വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ ഈ ഒരു ഇമെയിൽ ID ഒക്കെ ആയിട്ടായിരിക്കും ഫ്യൂച്ചർ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റുകളും കാര്യങ്ങളും ഒന്നും വരുത്താതിരിക്കുക. ആദ്യത്തെ അപ്ലോഡ് തന്നെ ക്ലിയർ ആയിരിക്കണം. രണ്ടാമതൊരു അപ്ലോഡും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫിക്കേഷൻ ആവുമെന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് വീഡിയോ എടുത്ത് പ്രോപ്പറായിട്ട് പേരും മൊബൈൽ നമ്പറും ഒക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അതിനകത്ത് നിങ്ങളെ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു, അല്ലെ നിങ്ങളെ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കണം, നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെയുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊഫൈൽ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ അതിൽ കൊടുക്കണം. അപ്പം അതിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ ഒരു സൈറ്റിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ അത് ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് അതിനകത്ത് കൂടുതലായിട്ടൊന്നും തന്നെ കൊടുത്തിട്ടില്ല. പേര്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഫയലിന്റെ ആ ഒരു ഓപ്ഷൻ നമ്മുടെ ഒരു ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും മാത്രമേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം എടുക്കേണ്ടത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. പ്രോപ്പറായിട്ട് നിങ്ങൾ 18 വയസ്സിന് മുകളിലുള്ളവരായിരിക്കണം. 3 മിനിറ്റ് താഴെയുള്ള വീഡിയോ ആയിരിക്കണം. 50 MB താഴെ ആയിരിക്കണം. പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ഒരാഴ്ച എടുത്ത് പ്ലാൻ ചെയ്ത് കോൺഫിഡന്റ് ഉള്ളവർ അതിന് മുന്നേ ചെല്ലുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരാഴ്ച എടുത്ത് പ്ലാൻ ചെയ്ത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ യുണീക്ക് ആയിട്ട് അവർക്ക് ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് വേണം വീഡിയോ എടുക്കാൻ ചെല്ലാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ പറയുന്ന സൈറ്റിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പ്രോപ്പറായി പ്ലാൻ ചെയ്തിട്ട് അതിനുശേഷം അവരതിൽ നിന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം ജൂലൈ 10-ന് ശേഷമായിരിക്കും നിങ്ങൾക്കുള്ള ഓഡീഷൻ കോളുകളും കാര്യങ്ങളും ഒക്കെ 1 by 1 ആയിട്ട് സൂം മീറ്റിംഗ്, ഡയറക്റ്റ് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചു തുടങ്ങുന്നത്. കാരണം മറ്റ് കണ്ടസ്റ്റൻസിന്റെ ഓഡീഷനും കാര്യങ്ങളും ഒക്കെ സൂം മീറ്റിംഗും കൺഫർമേഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബിഗ് ബോസിലേക്ക് താല്പര്യമുള്ളവരൊക്കെ റെഡിയാകുക. ഇതുപോലെ അപ്ലൈ ചെയ്യുക. തൊട്ടടുത്തുള്ള മൈജി ഫ്യൂച്ചറിന്റെ ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുമായിട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ഇട്ടാൽ മതി. നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. മാക്സിമം മറ്റുള്ളവരുടെ കോപ്പി അടിച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ചെയ്യാതെ സംഭവം എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ബിഗ് ബോസ് മലയാളം സീസൺ 7-ലേക്ക് അപ്ലൈ ചെയ്യുന്ന കോമണേഴ്സ് അല്ലെ, പോകാൻ താല്പര്യപ്പെടുന്നവർ, അപ്ലൈ ചെയ്യാൻ പോകുന്നവർക്ക് എല്ലാവർക്കും അപ്പം ആർക്കെങ്കിലും ഒക്കെ ഈ പ്രാവശ്യം എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ബോയ്ക്കും കൂടെ ചാൻസ് കിട്ടട്ടെ. കാരണം എല്ലാ പ്രാവശ്യവും ഗേൾസിനാണ് സാധ്യതകൾ കിട്ടുന്നത്. കാരണം ആദ്യ സീസണിലും ഗേൾസ് ആയിരുന്നു, രണ്ടാമത്തെ സീസണിലും ഗേൾസ് ആയിരുന്നു. അപ്പം ഈ ഒരു സീസണിൽ ബോയ്സിനും കൂടെ അവസരം കിട്ടട്ടെ കോമണറായിട്ട് ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും അതിനൊരു കൺസിഡറേഷൻ കൊടുക്കട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.